നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ഒക്കെ ശമ്പളം എത്രയാണ് എന്ന് നോക്കിയാലോ. ഈ വീഡിയോ മൊത്തമായി കണ്ട ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ മെമ്പർമാരെ ഓർത്ത് സങ്കടം തോന്നിയേക്കാം. അതല്ല എങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പിന്മാറുവാൻ വരെ സാധ്യതയുണ്ട്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് എന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ മാസ ശമ്പളം 7000 രൂപയാണ്. നിങ്ങൾ ചിലപ്പോൾ വലിയ തുകയായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെ ശമ്പളം 7000 രൂപ മാത്രമാണ്. ഇനി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളം നോക്കുകയാണെങ്കിൽ അത് 8200 രൂപയാണ്. വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം 10800 രൂപയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം 13900 രൂപയാണ്. ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ടോപ്പ് തുകയാണ് ഈ 13900 രൂപ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പലരും വിചാരിക്കുന്നത് പോലെ വലിയ തുകയൊന്നും ഇവർക്ക് ശമ്പളമായി കിട്ടുന്നില്ല. മെമ്പർമാരുടെ ശമ്പളം 7000 രൂപ മാത്രമാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ശമ്പളം 7600 രൂപയാണ്. എന്ന് വെച്ചെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറിനേക്കാളും 600 രൂപ കൂടുതൽ. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളം 8800 രൂപയാണ്. എന്ന് വെച്ചെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ശമ്പളത്തിൽ 600 രൂപയുടെ വർധനവുണ്ട്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം നോക്കുകയാണെങ്കിൽ 12000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം 14600 രൂപയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് വരുമ്പോൾ 700 രൂപയുടെ വർധനവുണ്ട്. ഇനി ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് നോക്കാം. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം നോക്കുകയാണെങ്കിൽ 8400 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെക്കാളും 800 രൂപ കൂടുതലാണ്. ഇനി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളം നോക്കുകയാണെങ്കിൽ 8800 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളം. ഇനി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 13200 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം 12000 രൂപയാണ്. അതിൽ നിന്നും 1200 രൂപയുടെ വർധനവുണ്ട്. ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15800 രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം. ഇനി മുനിസിപ്പാലിറ്റികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോഴത്തേക്കും മെമ്പർ കൗൺസിലർ എന്ന് അറിയപ്പെടും. അപ്പോൾ കൗൺസിലറുടെ ശമ്പളം നോക്കുകയാണെങ്കിൽ 7600 രൂപയാണ് കൗൺസിലറുടെ ശമ്പളം. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 9600 രൂപയാണ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളം. മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാന്റെ ശമ്പളം എത്രയാണ് എന്ന് നോക്കുകയാണെങ്കിൽ 12000 രൂപയാണ് മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ ശമ്പളം. മുനിസിപ്പാലിറ്റി ചെയർമാൻ അഥവാ ചെയർപേഴ്സന്റെ ശമ്പളം 14600 രൂപയാണ്. ഇനി കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലറുടെ ശമ്പളം 8200 രൂപയാണ്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് 9400 രൂപയാണ്. കോർപ്പറേഷനിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് മേയറാണ്. ഡെപ്യൂട്ടി മേയറുടെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 13200 രൂപയാണ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ ശമ്പളം. ഇനി അവസാനമായി കോർപ്പറേഷൻ മേയറുടെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15800 രൂപയാണ് കോർപ്പറേഷൻ മേയറുടെ ശമ്പളം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ചെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശമ്പളം അഥവാ ഹോണറേറിയം എന്ന് പറയുന്നത് ചെറിയൊരു തുക മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, മുനിസിപ്പൽ, കോർപ്പറേഷൻ അംഗങ്ങളുടെ ശമ്പളം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറ്റില്ല എന്നതാണ് അതിന്റെ ഉത്തരം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ തുകയൊക്കെ ഈ അടുത്ത കാലത്തോ മറ്റുമാണ് കൂട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇതിന് നേരെ പകുതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തൊരു അവസ്ഥയിലായിരിക്കും ഈ മെമ്പർമാരൊക്കെ കടന്നു പോയിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.